കങ്ങമ്മേ ഇതൊന്നും കയ്യില് ഇത് കയ്യില് കർക്കിടക മാസത്തില് ഔഷധ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വീട്ടിലെ ധാന്യങ്ങളാണ്, അത് വേവിച്ചിട്ട് വെക്കാം. ഇത് കടലപ്പരിപ്പ്, ഇത് ഉഴുന്ന് പരിപ്പ്. ഇതിന്റെ കറുപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ടോ, ഉഴുന്ന് പരിപ്പ് നല്ലതാണ് കറുപ്പ്. പിന്നെ മമ്പയര്, മുതിര, റാഗി, മുത്താറി എന്നാ നമ്മൾ പറയല്, റാഗി എന്നും പറയും. പിന്നെ ഇത് ഉലുവ, ഇത് ചെറുപയർ, ഇതെല്ലാം. ഇത് പിന്നെ ഇത് അരി, ഇത് എള്ള് കുറച്ചേ വേണ്ട, അങ്ങനെ ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകം. ചെറിയ ജീരകം. അരി അതുപോലെ പച്ചരി അല്ലേ എടുത്തിട്ടില്ലേ? ഉണക്കലരി ഉണ്ടെങ്കിൽ അതല്ലേ? ഉണക്കലരി ഇല്ലാതെ കൊണ്ടാണ് പച്ചരി എടുത്തിട്ട്. ഉണക്കലരിയാണ് നല്ലത്. നമുക്ക് ഇതെല്ലാം കൂടി വെള്ളത്തിലിട്ടിട്ട് ഒരു 9 മണിക്കൂർ കുതിർത്ത് വെക്കുക. ജീരകവും വെള്ളം ഇടണ്ട, അത് നമ്മൾ നാളെ വെക്കുമ്പോൾ അതിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കും. ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ച ധാന്യങ്ങൾ ഇന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്തു. ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പും അതിലിട്ടു. ഇപ്പൊ തേങ്ങ പിഴിഞ്ഞ 2ാം പാല് ഒഴിക്കുന്നുണ്ട്. ധാന്യങ്ങൾ വേവിക്കുമ്പോ കുറച്ച് എള്ളും കുറച്ച് ചെറിയ ജീരകവും കൂടി ഇടിക്കുക അല്ലേ വേവിക്കുമ്പോ? എത്ര വിസിലടിച്ച? 4. പാകത്തിന് ഉപ്പ് ഇട്ടു. ഇത് 2ാം പാൽ ഒഴിച്ച് അത് പതിച്ചു. ഇനിയിപ്പോ ഇത് 1ാം പാലാണ് ഒഴിക്കുന്നത്. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പതുക്കണോ? ഇല്ല, വേണ്ട. ഇനി ഇത് ഓഫാക്കാം. നമ്മളെ ഔഷധക്കഞ്ഞി ആയി. ഇത് ഒരു തേങ്ങേന്റെ പാലെടുത്ത്, ഇത് ഒരു തേങ്ങേന്റെ പാലാണ് എടുത്തിന്. ഇത് ഓഫാക്കുന്നുണ്ട്. ഔഷധക്കഞ്ഞിയായി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ആരോഗ്യത്തിന് നല്ലതാണ്. ഈ മാസം തന്നെ, കർക്കിടക മാസം തന്നെ എല്ലാവരും വെച്ചിട്ട് കുടിക്കണം.